ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജദാസ് വൈബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ പോലെ തന്നെ ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഒരു ഇൻസുലേഷൻ ടേപ്പാണ്. അപ്പോൾ ഈ ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നീളത്തിലൊരു പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ശ്രമിച്ചപ്പോൾ അത് ഫെയിലായിപ്പോയി. പിന്നീട് ഞാൻ ഇതേപോലൊരു ഷീറ്റിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് കിട്ടി. ഇനി അത് നമ്മുടെ ബോട്ടിൽ ഇതേ മോഡലിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നമ്മൾ ബോട്ടിലിൽ ഇത് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ആദ്യം ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ കൊടുക്കാനുള്ള പെയിൻറ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് റെഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു റോസ് കളറാണ്, പിങ്ക് പോലത്തെ ഒരു കളറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഈ പെയിൻറ് അപ്ലൈ ചെയ്ത് ഉണങ്ങി വരുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും. പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡറായാലും കുഴപ്പമില്ല. അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോട്ടിൽ പെയിൻറ് വേഗം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ പെയിൻറ് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു കോട്ട് അടിച്ച ശേഷം നമുക്ക് 2 സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് കൊടുക്കണം. എന്നാലേ നല്ലൊരു ഫിനിഷിങ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡ് കോട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പെയിൻറ് അപ്ലൈ ചെയ്യുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ ബോട്ടിലിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് നമ്മുടെ ബോട്ടിലിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.